ഞങ്ങളൊന്ന് ഫോട്ടോ എടുത്തോളൂ. അതിന്റെ കൂടെ നമ്മളെ കൂടെ ഒരു ആർമി കാരനുണ്ട്, ഒരു UP രജിസ്ട്രേഷൻ. ഇല്ല, നമുക്ക് റൂൾസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നടക്കൂലേ? ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചേ? അല്ല, ഇവിടെ നിൽക്കണ ആരെങ്കിലും റൂൾസ് പറഞ്ഞാൽ ഈ വണ്ടിയിലൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വണ്ടി സ്റ്റോപ്പ് ചെയ്തു. ഹേ ഗൈസ്, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മൂന്നാറിലോട്ടുള്ള വഴിയിലാണ്. ഇന്നലത്തെ ഉറക്കത്തിന് ശേഷം പിന്നെ ഇതുവരെ എന്ത് പ്ലാനാണോ ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് ഒരു സഡൻലി തട്ടിക്കൂട്ടിയ ഒരു പ്ലാനാണ് മൂന്നാറിലോട്ടുള്ള. സോ നമ്മളിപ്പോ ഫ്രണ്ട്സ് ഗ്യാങ് ആയി മൂന്നാറിലാണ് നിൽക്കുന്നത്. അതെ, നമ്മൾ മൂന്നാറിലാണ് നിൽക്കുന്നത്. ഇനി മൂന്നാറിന്റെ കറക്കവും അവിടുത്തെ കാര്യങ്ങൾ വന്ന വഴിക്ക് കുറച്ച് കോടമഞ്ഞും എല്ലാം അടിപൊളിയായിരുന്നു. അല്ലടാ സുഭാഷ്, എവിടെ ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ പോയി കണ്ടിട്ട് വാ. അവിടെ നല്ല തുടക്കം. ആനക്കുട്ടി മൂവാറ്റുപുഴയില് ഏതാ ചായക്കട, മ്യാവോ എന്ന് പറയുന്ന ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് ഓണാവുന്ന ഇതാടാ വിത്തൗട്ട്. ആര് വിത്തൗട്ട് പറഞ്ഞു? ലൈറ്റ് വിത്തൗട്ട്. അത് തന്നെ നല്ല സാധനം കിട്ടി. എന്റെ ഷുഗർ കട്ടൊക്കെ പോയി ഗൈസ്. നല്ല ചീസ് കേക്ക് കഴിച്ച് ഷുഗർ കട്ട് മാറ്റിയതല്ലേ? അതെ അതെ അതെ. ഭയങ്കര ഉറക്കമായി പോയി. ഇന്നലത്തെ ക്ഷീണം 3 മണിക്കൂറേ ഉറക്കം കിട്ടിയോ. 3 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ തന്നെ പെട്ടെന്ന് എണീച്ച് വരാനും പറഞ്ഞപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വണ്ടി കിടന്നുറങ്ങി. നമുക്ക് എന്തായാലും ഒരു ചായ കുടിച്ച് പോകണം. പയ്യന്മാരെല്ലാവരും എത്തിയിട്ടുണ്ട്. ജർമ്മൻ, സുഭാഷ്, കണ്ണദാസ്, ഒരു പുതിയ ആളും കൂടെ ഉണ്ട്. ശ്യാം എവിടെ? ഈ കാണുന്നതാണ് ശ്യാം. ഒളിച്ചു കിടക്കുകയാണ്. ചായ കഴിച്ചിട്ട് ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഫ്രണ്ടിലാണ് പോയി. മൂന്നാർ പോകുന്ന റൂട്ടില് സിയാപ്പാറ വാട്ടർഫാൾസ്. ആൻഡ് നമ്മുടെ ചെറുക്കനുണ്ട് ശ്യാം. ശ്യാമിന് അറിയാത്തവർക്കായിട്ട് നമ്മുടെ ടെക്കീസ് കുടുംബത്തിലെ അടുത്ത പുത്രൻ ഫ്രം കൊച്ചി. അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെ ആയിരിക്കും. പോകുന്ന വഴി ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഓർഡർ ചെയ്തത് ഇടിയപ്പം, മുട്ടക്കറി, നെയ്റോസ്റ്റ്. അഭിയാനത്ത് നെയ്റോസ്റ്റ് കഴിച്ചോ? കൊള്ളാമെന്ന് നോക്കിയിട്ട് പോകാം. കുഴപ്പമില്ല. ജർമ്മനി പുട്ടും അങ്ങനെയുണ്ട്. നെയ്റോസ്റ്റ് എങ്ങനെയുണ്ട്? എനിക്ക് വന്നില്ലത് പെട്ടെന്ന് നേരെ കഴിക്കട്ടണം.
ഫുഡും കഴിച്ചിട്ട് അടുത്ത പരിപാടി. കുമാരങ്ങ് പോയി, ഞാനും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലോ. അതെ, ഇവിടെ നല്ല കിടിലൻ വ്യൂ ആണല്ലോ. കുടിക്കാൻ ഹാഫ് ബിരിയാണിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഹാഫ് സ്റ്റഡി കംപ്ലീറ്റഡ്. നമ്മള് ട്രക്കിങ്ങിന് പോകാനായിട്ട് പോവാണ്. ഇതുവരെ വന്നിട്ട് ഇതുവരെ എന്റർടൈൻമെന്റ് ആയിട്ട് ഓഫ് റോഡ് റൈഡിങ് അതുവരെ നടക്കണം ട്രക്കിങ്. അങ്ങനെ നമുക്ക് ഒരു ജീപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഓഫ് റോഡിലെ ഞങ്ങളെ വിത്ത് പവർ ബാങ്ക്. നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിച്ചോ, ഹിസ്റ്റോറിക്കൽ ഫാക്ടാണ്. പുലിമുരുകൻ സിനിമയിൽ മോഹൻലാലിന്റെ അച്ഛനെ കടിച്ചുകൊണ്ട് വന്ന പുലി. ആ പുലി മോഹൻലാലിന്റെ ഡാഡിയല്ലേടാ കടിച്ചുകൊണ്ട് വന്നത്. ആ അതന്നെ മുരുകൻ. അപ്പോൾ ആ പുലിയെ കൊന്നില്ലേ? അപ്പോൾ ആ ചത്ത അതന്നെ പുലിയെ മനസ്സിലായല്ലോ. ആ പുലിയുടെ അപ്പൊ ആ പുലിയുടെ മട കാണാനാണ് നമ്മൾ പോകുന്നത്. സുഭാഷ് എന്താടാ ലേറ്റ്? സുഭാഷിന് ഡെലിവറി ഉണ്ടായിരുന്നു. എടാ എന്തുവാടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നു. സുഭാഷേ സുഭാഷിന് പറ്റിയ സമയം. സുഭാഷ് കുട്ടേട്ടാ ഹോൾഡ് ചെയ്യണം. എന്നിട്ട് അവിടെ നിൽക്കും ചേർത്താ. സത്യം, നീ അവനെ എങ്ങനെ അറിയത്? അബി കരുത്ത് തെളിയിച്ച മഞ്ജുമൽ ബോയ്സ് സുഭാഷ്. ഫുൾ നെയിം റാം എന്നാണോ? അതെ, എനിക്ക് ഞാൻ പെട്ടെന്ന് നോക്കിയത് ആ കണ്ണു നോക്കിയാണ്. ഏതോ ഒരു സീരിയലിലെ കൃഷ്ണനുണ്ടല്ലോ നമ്മളാ. യെസ്, കൃഷ്ണ. ബാക്കി കണ്ടിന്യൂ ചെയ്യട്ടെ. പാവാടത്തുമ്പാല് തട്ടിയാട് Okay, then back to off-road. Friends, do you want to see after effects of trekking? A normal Crocs user can easily walk, but these guys shoe trekking. അടുത്ത ട്രക്കിംഗ് ആണെന്ന് അറിഞ്ഞ
ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ട്രക്കിംഗ് യൂസിങ് ഷൂ കാരണം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ വട്ടവടയിലാണ് നിൽക്കുന്നത്. നമ്മുടെ അയ്യപ്പനും കോശിയൊക്കെ ഷൂട്ട് ചെയ്ത വട്ടവടയിലൂടെ ഞാനിങ്ങനെ മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും അടിപൊളിയാണ്, ചില്ല് വൈബാണ്. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് ഇന്നത്തെ ദിവസം എന്താണ് നടന്നതെന്ന്. പയ്യന്മാരെല്ലാവരും ഇവിടെ ഉണ്ട്. പിള്ളേരെ വിളിക്കടാ, കാണുകയൊക്കെ ചെയ്യടാ. അത് മാത്രമല്ല, ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ ഇവിടുത്തെ കാഴ്ചകളും എല്ലാം നിങ്ങൾ കണ്ടിട്ട് വാ ഗൈസ്. ആൻഡ് ഹിയർ യു ഗോ. ഫൈനലി ബ്രോ നമ്മളെ സേഫ് ലാൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലേടാ. അപ്പോൾ നെക്സ്റ്റ് ടൈം വട്ടവട വരണ ടൈമിൽ നമ്മൾ മസ്റ്റായിട്ട് വരും. ഓക്കെ, മസ്റ്റായിട്ട് വന്നിരിക്കും. അതുപോലെ ഇനി ഇവിടെ വരുന്ന ആർക്കെങ്കിലും എൻ്റെ പരിചയത്തിലോ അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ കേസ് പറഞ്ഞോ, നമ്പർ എൻ്റെ കയ്യിലുണ്ട്. പുള്ളി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിരിക്കും. അത്രയ്ക്ക് കമ്പനിയാക്കി വെച്ചിട്ടുണ്ട്. അതെ, വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്തോ. പിക്കി ബ്ലൈൻഡേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വട്ടവട വരുന്ന ആൾക്കാർ ഒന്ന് ചെക്കൗട്ട് ചെയ്തോ.